ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുകേഷ്, മേജർ മുകേഷ്. കളിയാക്കി വിളിക്കുന്നതല്ല കേട്ടോ, ശരിക്കും അവൻ ഇന്ത്യൻ ആർമിയിലെ ധീര ജവാനാണ്. അങ്ങനെ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ പറഞ്ഞ് സാമ്പ്രാണിക്കൊടി പോവാന്ന്. പിന്നെന്താ പോയേക്കാന്ന് ഞാനും. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തുകൊണ്ട് ഒരൊറ്റ ഇറക്കം ഇറങ്ങി. സാമ്പ്രാണിക്കൊടി പോയി ഏതെങ്കിലും കള്ള് ഷാപ്പിൽ കയറിയിട്ട് കള്ളും കപ്പയും മീനും കൊഞ്ചുമൊക്കെ കഴിക്കാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടിയിലെത്തി. അങ്ങനെ സാമ്പ്രാണിക്കൊടി എത്തിച്ചേർന്നപ്പോഴാണ് വേദനാജനകമായ ആ നഗ്നസത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. സാമ്പ്രാണിക്കൊടി ഏരിയയിലുള്ള ഷാപ്പുകളൊക്കെ തുറന്നിട്ട് ഒരുപാട് നാളായിരുന്നു. പക്ഷെ ഷാപ്പിൽ കയറാഞ്ഞതിൻ്റെ സങ്കടം അധികാരം നീണ്ടുന്നില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അത്ര മനോഹരമായിരുന്നു. ഈ സ്ഥലത്തിന് സാമ്പ്രാണിക്കൊടി എന്നുള്ള പേര് വരാൻ കാരണം പണ്ട് കാലത്ത് ചൈനയിൽ നിന്നുള്ള വലിയ വലിയ കപ്പലുകൾ ഇവിടെ നങ്കൂരമിടാറുണ്ടായിരുന്നത്രേ. കപ്പലുകൾ നങ്കൂരമിടുന്ന ഈ കാഴ്ച കണ്ട അന്നത്തെ ഇവിടുത്തെ താമസക്കാർ അതിനെ സാമ്പ്രാണി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നതെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. നല്ല നാടൻ ചെത്തുകളുടെ സ്വപ്നം കണ്ടുവന്ന ഞങ്ങൾ ചായയിൽ ആശ്വാസം കണ്ടെത്തി. സാമ്പ്രാണിക്കൊടി എങ്ങനെ ഉണ്ടാ? അടിപൊളി അടിപൊളി. പക്ഷെ ഒരു ഷാപ്പിൻ്റെ ഒരു കുറവുണ്ട് ഇവിടെ. ഈ ഹോട്ടലിൻ്റെ സ്ഥാനത്ത് കറക്റ്റ് ഒരു ഷാപ്പായിരുന്നെങ്കിൽ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മിസ്സിംഗ് ഷാപ്പ്. സാമ്പ്രാണിക്കൊടി ഒരുപാട് നേരത്തെ കാഴ്ചകളൊന്നും കണ്ടിരിക്കുകയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊല്ലം നൈറ്റ് ലൈഫിലേക്ക് വെച്ചു പിടിച്ചു. ഇവിടെ പിന്നെ വേറൊരു ലോകമാണ് കേട്ടോ, ഒരു വെറൈറ്റി ലോകം. കൊല്ലം നൈറ്റ് ലൈഫിൽ വെറൈറ്റി ആയിട്ട് ചെസ്സ് കളിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. കുതിരപ്പുറത്ത് കയറിയിരുന്ന് വെട്ടുന്നവരെയും തേരിൻ്റെ മണ്ടേ കയറിയിരുന്ന് വെട്ടുന്നവരെയും ആനപ്പുറത്ത് കയറിയിരുന്ന് വെട്ടുന്നവരെ വരെ കണ്ടു. ജന്മനാ ചെസ്സ് കളിക്കാൻ യാതൊരു കഴിവില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തേക്ക് പോയി, അവിടുത്തെ മെയിൻ ഫുഡ് സ്പോട്ടായ സ്മോക്ക് ഹൗസിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടോ. കൊള്ളാം, എനിക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവനതത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ആ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം കഴിച്ചപ്പോഴേ വയറ് ഫുള്ളായിപ്പോയി, ഇല്ലെങ്കിൽ പിന്നെ മേടിച്ചനെ. എടാ, ഈ കൊല്ലം ലൈഫിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നുമില്ലേ? പറ. എല്ലാ ഓവർബ്രിഡ്ജും ഇതാണ് കാണുന്നത്, എല്ലായിടത്തും ഇതാണ് കാക്കണം. എല്ലാ ഓവർബ്രിഡ്ജിന്റെ അടിയിൽ ഇതാണ് കാക്കിയിട്ട് അതെ. ഇങ്ങനൊരു ഭാഷസ്ഥലം ഇത്രയും മനോഹരമാക്കിയ ഗവൺമെന്റ് ബുദ്ധി അപാരം തന്നെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ കറക്കം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ, ടാറ്റാ.